വെൽക്കം ടു മനോരമ ഹൊറൈസൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സൈഡ്സ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ആ പോർഷനാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു ഇഫ് ആംഗിൾസ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ദേ ആർ സിമിലർ എന്ന് പഠിച്ചു അല്ലെ. രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അത് ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ സൈഡിന്റെ സ്കെയിൽ ഫാക്ടേഴ്സും സെയിം ആയിരിക്കും എന്ന് പഠിച്ചു അല്ലെ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലെ. ഇപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ ഇവിടെ തന്നിരിക്കുന്നു. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഈ ട്രയാങ്കിൾ ABCയുടെ ഇവിടെ നോക്കിയേ, ട്രയാങ്കിൾ ABCയുടെ ആംഗിൾസും ട്രയാങ്കിൾ PQRന്റെ ആംഗിൾസും സെയിം അല്ലേ അല്ലേ? അതെ, അതായത് ആംഗിൾ A ഈസ് ഈക്വൽ ടു ഈ വലിയ ട്രയാങ്കിളിലെ ആംഗിൾ എയിനോട് ഈക്വൽ ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിളിലെ ആംഗിൾ ഏതാണ്? ആംഗിൾ P അല്ലെ. ആംഗിൾ P ഈസ് ഈക്വൽ ടു ആംഗിൾ എക്സ് അല്ലേ, എക്സ് ഡിഗ്രി അല്ലേ, എക്സ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ Q ഈസ് ഈക്വൽ ടു Y. ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ R ഈസ് ഈക്വൽ ടു Z അല്ലെ. ഇത് ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇത് ഒരു സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും അല്ലെ. രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പഠിച്ചത് ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോയും അല്ലെങ്കിൽ അതിന്റെ സ്കെയിൽ ഫാക്ടറും സെയിം ആയിരിക്കും അല്ലെ. ആണോ? അങ്ങനെയല്ലേ പഠിച്ചേ? അതെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, വൈക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, ഇസഡിന് ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കുന്നു. അതായത് ഈ വലിയ ട്രയാങ്കിളില് എക്സിന് ഓപ്പോസിറ്റ് ഏതാണ്? സോറി, ഈ ചെറിയ ട്രയാങ്കിളില് എക്സിന് ഓപ്പോസിറ്റ് ഏതാണ് സൈഡ്? RQ അല്ലെ. RQ. വലിയ ട്രയാങ്കിളിലോ? വലിയ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റ് BC. അപ്പൊ RQ ബൈ BCയും അതുപോലെ തന്നെ ചെറിയ ട്രയാങ്കിൾ വൈക്ക് ഓപ്പോസിറ്റ് ഏതാണ് സൈഡ്? PR. വലിയ ട്രയാങ്കിളിലോ? അത് AC. PR ബൈ ACയും അതുപോലെ തന്നെ ഇസഡിന് ഓപ്പോസിറ്റ് ഉള്ള നോക്കാം. ഇസഡിന് ചെറിയ ട്രയാങ്കിളിൽ ഇസഡിന് ഓപ്പോസിറ്റ് PQ. വലിയ ട്രയാങ്കിളിൽ ഇസഡിന് ഓപ്പോസിറ്റ് AB. PQ ബൈ ABയും സെയിം ആയിരിക്കും അല്ലെ. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? അതെ. അതായത് രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, സൈഡ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ, സൈഡ്സ് അല്ല ആംഗിൾസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഈ കേസിൽ RQ ബൈ BC ഈസ് ഈക്വൽ ടു PR ബൈ AC ഈസ് ഈക്വൽ ടു PQ ബൈ AB ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഞാൻ പഠിച്ച കാര്യം ഒന്നുകൂടെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിലോട്ട് വരാം. ഇവിടെ നോക്കി, നമ്മൾ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ സൈഡ്സിന്റെ ലെങ്തും തന്നിട്ടുണ്ട് ഇല്ലേ. രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ആ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ ലെങ്തും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എടുത്താലോ? നമുക്ക് നോക്കാം. ഈ സൈഡ്സിന്റെ റേഷ്യോ, ഈ രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ വലിയ ട്രയാങ്കിളില് AC എന്ന് പറയുന്ന ഈ സൈഡ് 8 സെന്റിമീറ്റർ ആണ്, ഇവിടെയോ 4 സെന്റിമീറ്റർ ആണ്. അതായത് ഈ 8ന്റെ പകുതിയാണ് വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ പകുതിയാണ് ചെറിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ. 8ന്റെ ഹാഫ് അല്ലേ 4 എന്ന് പറയുന്നേ? അതെ. അതേപോലെ തന്നെ ഈ സൈഡ് BC എന്ന് പറയുന്ന ഈ സൈഡിൽ നിന്ന് എടുത്തേ. ഈ വലിയ ട്രയാങ്കിളിലെ BC എന്ന് പറയുന്ന സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ഈ ചെറിയ ട്രയാങ്കിളിന്റെ RQ എന്ന് പറയുന്ന സൈഡ് കണ്ടോ, 2 സെന്റിമീറ്റർ ആണ്. ഈ 4ന്റെ പകുതി അല്ലേ 2? അതെ. അതേപോലെ തന്നെ ഈ ബേസ് ഒന്ന് എടുത്തേ. AB എന്ന് പറയുന്ന ബേസ്, വലിയ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് നോക്കിയേ, PQ 5 സെന്റിമീറ്റർ അല്ലെ. അതെ. അപ്പം ഈ വലിയ ട്രയാങ്കിളിന്റെ പകുതിയാണ് ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ സൈഡിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് നോക്കിയേ. അതായത് നമുക്ക് ഇത് എഴുതാം. ഈ സൈഡും ഈ സൈഡും നമ്മളുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5/10 എഴുതാമല്ലേ? എഴുതാം. സൈഡ്സിന്റെ റേഷ്യോ ഇത് നമ്മൾ നേരെ തിരിച്ചൊന്ന് പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടത് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പം സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് കിട്ടി, വലുതിന്റെ പകുതിയാണ് ചെറുത്. അപ്പം ആ സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് ഈക്വൽ ആണല്ലോ, എല്ലാ സൈഡ്സിലും ഈക്വൽ ആണ്.
അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എഴുതാം 5/10 ഈസ് ഈക്വൽ ടു, ഇനി നോക്കിയേ ഇനി ഈ സൈഡ് എടുത്തേ 2ഉം 4ഉം 2/4 ഈസ് ഈക്വൽ ടു, ഇനി ഈ വലിയ സൈഡ് ഈ സൈഡ് എടുത്തേ 8ഉം 4ഉം, അപ്പം 4/8 ഇത് എത്രയാണ് 1/2. ഇതെല്ലാം ഈക്വൽ ആണ്. 5/10 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അതെ. 2/4 എന്ന് പറഞ്ഞാലും 1/2 ആണ്. 4/8 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1/2 ആണ്. അപ്പം സൈഡ്സിന്റെ റേഷ്യോയും ഇവിടെ ഈക്വൽ ആണ് അല്ലെ? അതായത് സൈഡ്സ് ഒരേ റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയേ, PQ/AB ഈസ് ഈക്വൽ ടു RQ/BC ഈസ് ഈക്വൽ ടു PR/AC നമുക്ക് എഴുതാമല്ലേ? അതല്ലേ നമ്മളിവിടെ കണ്ടത്? അതെ. അപ്പം ഈ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയി. ഈ റേഷ്യോ സെയിം ആണെങ്കിൽ എന്താണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്? എന്താണ് റേഷ്യോ? ഇവിടെ ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ സെയിം ആണെങ്കിൽ ആംഗിൾസും സെയിം ആയിരിക്കും അല്ലേ? അതെ. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾസും സെയിം ആണ്. ഇപ്പം ഈ എ എന്ന് പറയുന്ന ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? അത് എക്സ് തന്നെയായിരിക്കും അല്ലെ? അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഈ ആംഗിൾ വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആർ എന്ന് പറയുന്ന ആംഗിൾ ഏത് തന്നെയായിരിക്കും? വൈ തന്നെയായിരിക്കും. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ ഇസഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? ഇസഡ് തന്നെയായിരിക്കും അല്ലെ? അതെ. അപ്പം ആംഗിൾസ് സെയിം ആണെന്ന് കണ്ടു അല്ലെ? ആംഗിൾസും സെയിം ആണെന്ന് കണ്ടു. അപ്പം ഇതിന്റെ ആംഗിൾസും സെയിം ആണ്, സൈഡ് ഒരേ റേഷ്യോയിലുമാണ്. അപ്പൊ ഇതൊരു സിമിലർ ട്രയാങ്കിൾ ആണ് അല്ലെ? അപ്പൊ ഈ ആംഗിൾസ് സെയിം ആണെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിളും ഒരു സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഇവിടെ ഏതാണ് ഫാക്ടർ? ഇവിടെ ഏതാണ്? 1/2. 1/2 അല്ലേ? ഇതിന്റെ ഈ സൈഡ്സിന്റെ റേഷ്യോ, അതിന്റെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1/2 അല്ലേ? അതെ. ഈ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ, then their angles are same. അതിന്റെ ആംഗിൾസ് സെയിം ആയിരിക്കും. അതല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? കാരണം സൈഡ്സ് സെയിം ഫാക്ടർ, അതിന്റെ റേഷ്യോ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾസും സെയിം ആയിരിക്കും. അതല്ലേ നമ്മൾ ഇവിടെ കണ്ടേ? ഓക്കെ, ഇത് മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമ്മൾ കണ്ടത്? ഒരു രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ്സ് ഒരേ റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾസും സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സിമിലർ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? ഇനി നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആ സൈഡ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം അല്ലെ? ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ? സൈഡ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ തമ്മിൽ എന്താണ് റിലേഷൻ നമുക്ക് നോക്കാം അല്ലെ? രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ പെരിമീറ്റേഴ്സ് തമ്മിൽ എന്താണ് റിലേഷൻ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഞാൻ ഈ 3 ട്രയാങ്കിളിനും ഒന്ന് പേരിടുകയാണ്. ഓക്കെ, ഈ ട്രയാങ്കിളിനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ഇത് 2, ഇത് 3. 3 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നോക്കിയേ, 3 ട്രയാങ്കിളിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സൈഡും തന്നിട്ടുണ്ട്, ആംഗിൾസും തന്നിട്ടുണ്ട്. ആംഗിൾസ് എല്ലാ ട്രയാങ്കിളിന്റെയും ഈക്വൽ ആണല്ലോ. നോക്കിയേ, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് XYZ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ആംഗിളും XYZ ആണ്. തേർഡ് ട്രയാങ്കിളിന്റെ ആംഗിളും XYZ ആണ്. ഇനി നോക്കിയേ, ഇതിന്റെ സൈഡ്സ് ഒരേ റേഷ്യോയിലാണോ? നോക്കാം. ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. 4ന്റെ പകുതിയാണ് 2 സെന്റിമീറ്റർ അല്ലെ? അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ സൈഡ്സ് നോക്കിയേ. ഇതിന്റെ സൈഡ്സ് ഒരേ റേഷ്യോയിലാണോ തന്നിരിക്കുന്നത്? അതെ, ഈ സൈഡ്സും ഒരേ റേഷ്യോയിലാണ്. ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സൈഡ് 2 സെന്റിമീറ്റർ, ഈ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്. അത് ഫസ്റ്റ് ട്രയാങ്കിലോട്ട് വരുമ്പോൾ അത് 4 സെന്റിമീറ്റർ ആവും. തേർഡ് ട്രയാങ്കിലോട്ട് വരുമ്പോൾ അത് 6 സെന്റിമീറ്റർ ആവും അല്ലെ? ഒരേ റേഷ്യോയിലാണ് അത് ഇൻക്രീസ് ആകുന്നത് അല്ലെ? അതെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം ഒരേ റേഷ്യോയിലാണ്. അതേപോലെ തന്നെ ഇതിന്റെ ആംഗിൾസ് എല്ലാം സെയിം ആണ്. അപ്പൊ ഇത് മൂന്നും ഒരു സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം.
ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് സിമിലർ ട്രയാങ്കിൾസിന്റെ പെരിമീറ്റർ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസിന്റെ പെരിമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമുക്ക് ആദ്യമേ ട്രയാങ്കിൾ 2ഉം 1ഉം കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാലോ. ട്രയാങ്കിൾ 2 ആൻഡ് 1. ട്രയാങ്കിൾ 2ഉം 1ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സൈഡ്സും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, സൈഡ്സ് സെയിം റേഷ്യോയിലാണ്. അപ്പം നമുക്ക് അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എഴുതിയാലോ. എഴുതാം. നമുക്ക് ഇതിന്റെ ആംഗിൾസ് XYZ ആണ്. ഇപ്പം സെക്കൻഡ് ട്രയാങ്കിളിന്റെ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലെ? 3 സെന്റിമീറ്റർ. ഫസ്റ്റ് ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് ആണ് 6 സെന്റിമീറ്റർ. സെക്കൻഡ് ട്രയാങ്കിളിൽ വൈക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയാണ്? വൈക്ക് ഓപ്പോസിറ്റ് ഉള്ള വൈ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 4 സെന്റിമീറ്റർ. 4. ഇസഡിന് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രയാങ്കിളിൽ വൈക്ക് ഓപ്പോസിറ്റ് ഏതാണ്? 8. ഇസഡിന് ഓപ്പോസിറ്റ് 4. ഇനി ഇതിന്റെ റേഷ്യോ ഒന്ന് എടുത്തേ. 3/6 എന്ന് പറയുന്നാലും 4/8 എന്ന് പറഞ്ഞാലും 2/4. 3/6 എത്രയാണ്? 1/2 അല്ലെ? 1/2 ആണ്. 4/8 4/8ഉം 1/2 ആണ്. 2/4 അതും 1/2 ആണ്. അതായത് ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ഇതെല്ലാം ഈക്വൽ ടു 1/2 ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ കണ്ടത്? ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. എല്ലാം ഈക്വൽ ടു 1/2 ആയിരിക്കും സൈഡ്സിന്റെ റേഷ്യോ അല്ലെ? അതെ, നമ്മളിപ്പോ സൈഡിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചാലോ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 2. ട്രയാങ്കിൾ 2ന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, ഈ 4 സൈഡും കൂടെ ആഡ് ചെയ്താൽ പോരെ? അതെ, അപ്പം 4 + 3 + 2 എത്രയാണ്? 9 കിട്ടും അല്ലെ? അതെ. ഇനി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 1 എത്രയാണ്? 4 + 6 + 8 എത്രയാണ്? 18 അല്ലെ? അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 18. ഇനി ഈ പെരിമീറ്ററിന്റെ റേഷ്യോ നമുക്ക് നോക്കിയാലോ. അതായത് പെരിമീറ്റർ ഓഫ് 2 ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് 1 എത്രയാണ്? പെരിമീറ്റർ ഓഫ് 2 ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് 1 എത്രയാണ്? സെക്കൻഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 9. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 18. 9/18 കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താലോ എന്താണ് കിട്ടുന്നത്? 1/2. അതായത് ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പെരിമീറ്ററിന്റെ റേഷ്യോയും സൈഡിന്റെ റേഷ്യോയും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? കിട്ടിയോ? പെരിമീറ്ററിന്റെ റേഷ്യോയും സൈഡിന്റെ റേഷ്യോയും ഈക്വൽ ആണെന്ന് കിട്ടി. രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോയും സൈഡിന്റെ റേഷ്യോയും ഈക്വൽ ആണെന്ന് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് അടുത്ത 2 ട്രയാങ്കിളും കൂടെ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് അതിന്റെ ഒന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കമ്പയറിങ് 2ഉം ട്രയാങ്കിൾ 3യും കൂടെ ഞാൻ കമ്പയർ ചെയ്യുക. അവിടെ നോക്കിയാലോ. നമുക്ക് ആദ്യമേ സൈഡ്സിന്റെ റേഷ്യോ എടുക്കാം അല്ലെ? ട്രയാങ്കിൾ 2ന്റെ സൈഡിന്റെ റേഷ്യോ എക്സിന് ഓപ്പോസിറ്റ് ഏതാണ്? 3. വൈക്ക് ഓപ്പോസിറ്റ് ഏതാണ്? ട്രയാങ്കിൾ 2ൽ എക്സിന് ഓപ്പോസിറ്റ് ഏതാണ്? 3. വൈക്ക് ഓപ്പോസിറ്റ് 4. ഇസഡിന് ഓപ്പോസിറ്റ് 2. അതേപോലെ തന്നെ ട്രയാങ്കിൾ 3ൽ എക്സിന് ഓപ്പോസിറ്റ് ഏതാണ് സൈഡ്? എക്സിന് ഓപ്പോസിറ്റ് 9 സെന്റിമീറ്റർ 9. വൈക്ക് ഓപ്പോസിറ്റോ? വൈക്ക് ഓപ്പോസിറ്റ് 12 സെന്റിമീറ്റർ 12. ഇസഡിന് ഓപ്പോസിറ്റോ? ആംഗിൾ ഇസഡിന് ഓപ്പോസിറ്റ് 6 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ റേഷ്യോ ഒന്ന് എടുത്തേ. 3/4 4/12 2/6. സോറി 3/9 4/12 2/6. 3/9 എത്രയാണ്? 3/9 1/3. 4/12 4/12 എത്രയാണ്? 1/3 അല്ലെ? 2/6 എത്രയാണ്? 2/6ഉം 1/3. അതായത് അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എത്രയാണ് നമുക്ക് കിട്ടിയത്? സൈഡ്സിന്റെ റേഷ്യോ 1/3 എന്ന് കിട്ടി. അത് ഈക്വൽ ആണ് നമുക്ക് കിട്ടിയില്ലേ? അതെ, സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണ്. ഓക്കെ, ഇവിടെ എത്ര കിട്ടിയത്? സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് കിട്ടിയത് 1/3. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 2 എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പെരിമീറ്റർ ട്രയാങ്കിൾ 2ന്റെ പെരിമീറ്റർ എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 3 എത്രയാണ്? നോക്കിയേ, 6 + 9 + 12. 6 + 9 + 12 എത്രയാണ്? 27 അല്ലെ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 3ന്റെ 27 ആണ്. ഇനി നമുക്ക് പെരിമീറ്ററിന്റെ റേഷ്യോ ഒന്ന് എടുത്താലോ. പെരിമീറ്റർ ഓഫ് 2
by perimeter of 3 എത്രയാണ്? perimeter of 2 എത്രയാണ്? 9. 9 by perimeter of 3 എത്രയാണ്? 27. 9 by 27. 9 by 27 എത്രയാണ്? 1 by 3. അപ്പം നമ്മൾ ഈ കണ്ടുപിടിച്ചത് കറക്റ്റ് അല്ലേ? അതായത് ഇവിടെ നമുക്ക് ഇവിടുന്ന് ഈ രണ്ട് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ രണ്ട് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോയും പെരിമീറ്ററിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റുമോ? അതല്ലേ നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ആദ്യമേ നമ്മൾ ട്രയാങ്കിൾ 2ഉം 1ഉം കൂടെ കമ്പയർ ചെയ്തു. അപ്പൊ നമുക്ക് സൈഡ്സിന്റെ റേഷ്യോ 1/2 എന്ന് കിട്ടി, പെരിമീറ്ററിന്റെ റേഷ്യോയും 1/2 എന്ന് കിട്ടി. അതേപോലെ തന്നെ ട്രയാങ്കിൾ 3ഉം 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്തു. അപ്പൊ നമുക്ക് സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് എത്ര കിട്ടിയത്? 1/3 എന്ന് കിട്ടി. പെരിമീറ്ററിന്റെ റേഷ്യോ 1/3 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇത് മനസ്സിലായോ? അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. The scale factor of the perimeter is same as the scale factor of the sides. അതിനല്ലേ പറഞ്ഞത്? സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ. പെരിമീറ്റർ ഓഫ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ പെരിമീറ്റർ ഈസ് സെയിം ആസ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സൈഡ്സ്. ഓക്കെ, അതായത് പെരിമീറ്ററിന്റെ സ്കെയിൽ ഫാക്ടറും സൈഡ്സിന്റെ രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ സ്കെയിൽ ഫാക്ടറും സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏരിയയിലോട്ട് വരാം. എന്തായിരിക്കും ഇതിന്റെ ഏരിയ തമ്മിലുള്ള റിലേഷൻ? രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ ഏരിയ. ഇപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? എ ബി സി എന്ന് വന്നിട്ടുണ്ട്. വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സോ AR BR CR. അപ്പൊ ഇവിടുത്തെ സ്കെയിൽ ഫാക്ടർ ഏതാണ്? ഇവിടുത്തെ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടർ, അതായത് ചെറിയ ട്രയാങ്കിളിന്റെ R ടൈംസ് ആണ് B. അപ്പൊ R അല്ലേ ഇവിടുത്തെ സ്കെയിൽ ഫാക്ടർ. അപ്പൊ ഇവിടുത്തെ വലിയ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് R ആണ് അല്ലെ? ഇനി നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലെ? ആംഗിൾസ് എക്സും ആംഗിൾ വൈയും തന്നിട്ടുണ്ട്. ഇനി ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഏരിയയുടെ ഫോർമുല എന്റെയാ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് BH അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബേസ് പറഞ്ഞിരിക്കണം, ഹൈറ്റ് പറഞ്ഞിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കി, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്കറിയാം, ബേസ് നമുക്കറിയാം. ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് എയും വലിയ ട്രയാങ്കിളിന്റെ ബേസ് ARഉം ആണ്. പക്ഷെ ഇതിന്റെ ഹൈറ്റ് നമുക്കറിയാവോ? ഇല്ല, ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അതിന്റെ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടീസിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ ഈ താഴേക്ക് വരയ്ക്കുന്നു. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും അല്ലെ? ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ലൈൻ. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിളിൽ ഞാനത് വരച്ചു. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി. ആദ്യത്തെ ഹൈറ്റ് ഞാൻ H എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഹൈറ്റ് എന്തായിരിക്കും? ഇവിടെ സ്കെയിൽ ഫാക്ടർ എന്താണ്? R. അപ്പം ആദ്യത്തെ ഹൈറ്റ് H ആണെങ്കിൽ രണ്ടാമത്തെ ഹൈറ്റ് എത്രയായിരിക്കും? HR ആയിരിക്കും അല്ലെ? R അല്ലേ സ്കെയിൽ ഫാക്ടർ. അതുകൊണ്ട് ആദ്യത്തെ ഹൈറ്റ് H ആണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് HR ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ നോക്കിയേ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിളും വലിയ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ നമുക്ക് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി അല്ലെ? അപ്പൊ ഈ ആംഗിൾ ഓൾറെഡി ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. അപ്പം ബാക്കി ഇനി ഈ എക്സ് എന്ന് പറയുന്ന ഈ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? 90 ഡിഗ്രി ആയിരിക്കും കിട്ടേണ്ടത്. കാരണം 90 ഡിഗ്രി ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള എത്ര? 180 - 90 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വരും. അപ്പൊ ഈ എക്സും ഈ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടേണ്ടത്? 90 ഡിഗ്രി ആയിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 - x. അത് തന്നെയല്ലേ ഇവിടെയും? ഈ ആംഗിൾ എത്രയായിരിക്കും? 90 - x അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇതിന്റെ റേഷ്യോ എടുക്കാം. ഓക്കെ, നമുക്ക് സൈഡ്സിന്റെ റേഷ്യോ എടുക്കാം. ഇത് രണ്ടും സിമിലർ ആണോ? അല്ലേ, സിമിലർ ആണ്.
സിമിലർ ആകുമ്പോൾ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് രണ്ടും സിമിലർ ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ റേഷ്യോ എടുത്താൽ മതി. കാരണം സിമിലർ ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് സൈഡിന്റെയും 90 ഡിഗ്രി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ എടുക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ വലിയ ട്രയാങ്കിളിന്റെ എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? എക്സ് എന്ന് പറയുന്ന സൈഡ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഈ സൈഡ്, ഹൈറ്റ് അല്ലെ. അപ്പൊ അത് എത്രയാണ്? HR. അതുപോലെ തന്നെ ചെറിയ ട്രയാങ്കിളിലെ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് വരുന്ന സൈഡ് എത്രയായിരിക്കും? ഹൈറ്റ് അല്ലേ അതിന്റെ, ചെറിയന്റെ ഹൈറ്റ് അല്ലേ? ചെറിയന്റെ ഹൈറ്റ് എത്രയാണ്? H അല്ലെ. അതേപോലെ തന്നെ ഇനി വലിയ ട്രയാങ്കിളിന് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയായിരിക്കും? സൈഡ് എത്രയാ? BR. അതുപോലെ തന്നെ ചെറിയ ട്രയാങ്കിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് B. ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ എടുത്താലോ? അതിന്റെ റേഷ്യോ എടുത്താൽ എന്താ കിട്ടുന്നത്? നമുക്ക് HR/H, ഈ എച്ചും ക്യാൻസൽ ആയി പോയി. അതേപോലെ തന്നെ BR/B, ഈ ബിയും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? റേഷ്യോ എടുത്താല് 6 എന്ന് കിട്ടും അല്ലെ. HR/H = BR/B = 6. അത് അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ 6 എന്ന് കിട്ടി അല്ലെ. സൈഡ്സിന്റെ റേഷ്യോ നമുക്ക് എത്ര കിട്ടിയത്? റേഷ്യോ ഓഫ് സൈഡ്സ് എത്ര കിട്ടിയത്? 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാലോ? ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഹാഫ് BH. നമുക്ക് നോക്കാം. ഹാഫ് ബേസ് എത്രയാണ്? AR. ഹാഫ് ഇൻറ്റു AR ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? HR അല്ലെ. അതെ, ഹാഫ് ഇൻറ്റു AR ഇൻറ്റു HR. ഇനി ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ നോക്കിയാലോ? ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ എത്രയാണ്? ഹാഫ് ഇൻറ്റു സ്മോൾ ട്രയാങ്കിൾ ബേസ് എത്രയാണ്? A ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? H. ഓക്കെ, ഹാഫ് ഇൻറ്റു A ഇൻറ്റു H കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഏരിയയുടെ റേഷ്യോ എടുത്ത് നോക്കിയാലോ? നമുക്ക് നോക്കാം. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ എത്രയാണ്? ഹാഫ് ഇൻറ്റു AR ഇൻറ്റു HR അല്ലെ. ഹാഫ് ഇൻറ്റു AR ഇൻറ്റു HR ഡിവൈഡഡ് ബൈ സ്മോൾ ട്രയാങ്കിൾ ഏരിയ എന്നാ? ഹാഫ് ഇൻറ്റു A ഇൻറ്റു H അല്ലെ. ഹാഫ് ഇൻറ്റു A ഇൻറ്റു H. ഇതിൽ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഈ ഹാഫും ക്യാൻസൽ ചെയ്യാം, എയും ക്യാൻസൽ ചെയ്യാം, Hഉം ക്യാൻസൽ ചെയ്യാം. മിച്ചം എന്തൊക്കെയുണ്ട്? R ഇൻറ്റു R. R ഇൻറ്റു R എത്രയാണ്? R². കിട്ടിയോ? R ഇൻറ്റു R എത്രയാണ്? R². ഇവിടെ നമുക്ക് നോക്കിയേ. ഇവിടെ നമ്മുടെ ഈ രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എത്രയാണ് നമുക്ക് കിട്ടിയത്? റേഷ്യോ അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ എത്ര കിട്ടിയത്? 6 അല്ലെ. അതിന്റെ ഏരിയയിലൂടെ സ്കെയിൽ ഫാക്ടർ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഏരിയ വന്നപ്പോ എത്ര കിട്ടിയത്? R². നമുക്ക് എന്താ കിട്ടിയത്? സൈഡ്സിന്റെ ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. അതിന്റെ ഏരിയാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് R² എന്ന് കിട്ടി. ഇതിൽ നമുക്ക് എന്ത് പറയാം? ഏരിയാസ് ആർ സ്കെയിൽഡ് ബൈ ദ സ്ക്വയേഴ്സ് ഓഫ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സൈഡ്സ്. മനസ്സിലായോ? അതായത് സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും, ഇരട്ടിയല്ല സ്ക്വയർ ആയിരിക്കും. സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും ആ ട്രയാങ്കിളിന്റെ ഏരിയയുടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ പഠിച്ചത്? പെരിമീറ്റർ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. എന്താണ്? രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടർ അതിന്റെ പെരിമീറ്ററിന്റെ സ്കെയിൽ ഫാക്ടറും ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ വേറെന്താ പഠിച്ചത്? രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും ഏരിയാസിന്റെ സ്കെയിൽ ഫാക്ടർ എന്ന് നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ശരിക്കൊന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോ ഇതിന്റെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഏരിയയുടെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ? സൈഡ്സിന്റെ റേഷ്യോ, രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ 2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോ എത്രയായിരിക്കും? നമ്മൾ മുമ്പേ പറഞ്ഞത് 2 തന്നെ ആയിരിക്കും
ഈ സൈഡ്സിന്റെ റേഷ്യോയും പെരിമീറ്ററിന്റെ സൈസ് റേഷ്യോ ഈക്വൽ എന്നല്ല പറയുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ റേഷ്യോ എത്രയായിരിക്കും? ഏരിയയുടെ റേഷ്യോ എത്രയായിരിക്കും? 2ന്റെ സ്ക്വയർ ആയിരിക്കും, അതായത് 4 ആയിരിക്കും. ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ ഒരു 2 സിമിലർ ട്രയാങ്കിൾ അതിൻ്റെ സൈഡ്സിന്റെ റേഷ്യോ 1/2 ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്ററിന്റെ റേഷ്യോ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? പെരിമീറ്ററിന്റെ റേഷ്യോ എത്രയായിരിക്കും? ഈ സൈഡ്സിന്റെ റേഷ്യോയും പെരിമീറ്ററിന്റെ റേഷ്യോ ഈക്വൽ അല്ലേ? അപ്പം ഇവിടെ പെരിമീറ്ററിന്റെ റേഷ്യോ 1/2 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ റേഷ്യോ എത്രയായിരിക്കും? ഈ 1/2ന്റെ സ്ക്വയർ. 1/2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 1/4 വരും അല്ലെ? അതായത് സൈഡ്സിന്റെ റേഷ്യോ 1/2 ആണെങ്കിൽ ഏരിയാസിന്റെ റേഷ്യോ 1/4 ആയിരിക്കും. പെരിമീറ്ററിന്റെ റേഷ്യോ ആ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും, 1/2 തന്നെയായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു പ്രോബ്ലം ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് ദ സെയിം ആസ് ദോസ് ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ആൻഡ് സൈഡ്സ് സ്കെയിൽഡ് ബൈ 1/4. ഞാൻ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കുകയാണെ, നമുക്ക് പറയാൻ എളുപ്പത്തിന്. എ ബി സി. ഈ ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ദ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് ദ സെയിം ആസ് ദോസ് ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ. അതായത് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ പോലെ തന്നെയുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, പക്ഷെ അതിന്റെ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടർ 1/4 ആയിരിക്കണം അല്ലെ? അത് ഞാൻ ഒരു ട്രയാങ്കിൾ ചുമ്മാ ഞാനൊരു റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഒരു ട്രയാങ്കിൾ PQR ആണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കിളിനെ പോലെ തന്നെയുള്ള ഒരു ട്രയാങ്കിൾ PQR ആണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൈഡ്സ് എത്രയായിരിക്കണം? അതിന്റെ സ്കെയിൽ ഫാക്ടർ, സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടർ 1/4 ആയിരിക്കണം അല്ലെ? നമുക്ക് 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? ഇതിനെ നമുക്ക് മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതും? അതായത് ഈ 4നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 1 കൊണ്ട് ആഡ് ചെയ്യണം. അതായത് 4 + 1/4 അല്ലെ? അതായത് 5/4. അതായത് ഇനി നമുക്ക് വരയ്ക്കേണ്ട 5/4 കിട്ടിയല്ലോ. ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞില്ല. 1/4നെ നമ്മൾ മാറ്റി എഴുതി, ഈ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ മാറ്റി എഴുതി 5/4 എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഈ ട്രയാങ്കിൾ, നമുക്ക് തന്നിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ 5/4 വരുന്ന വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ AC-ക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ വരുന്ന സൈഡ് PR. ഈ PR-ന്റെ സൈഡ് ലെങ്ത് എത്രയായിരിക്കും? 4ന്റെ PR-ന്റെ സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ AC-ക്ക് വരുന്ന ഈ സൈഡിന്റെ 5/4 ടൈംസ് ആയിരിക്കണം അല്ലെ? അപ്പം 4 × 5/4. 4 × 5/4 എത്രയാണ്? 5 സെന്റിമീറ്റർ. അപ്പൊ ഈ PR ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കണം. കിട്ടിയല്ലോ, PR-ന്റെ ലെങ്ത് കിട്ടിയല്ലോ. ഇനി RQ എത്രയായിരിക്കണം? RQ ഈ BC-യുടെ 5/4 ടൈംസ് ആയിരിക്കണം അല്ലെ? അതായത് BC എത്രയാണ്? 6 × 5/4. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും? 2, 3 എത്ര കിട്ടും? 15/2 എന്ന് വരും. അത് ഏകദേശം 7.5 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ PQ ആണ്. PQ സൈഡ് PQ എത്രയായിരിക്കണം? ഇവിടെ എത്രയാണ്? AB-യുടെ 5/4 ടൈംസ് ആയിരിക്കണം. അപ്പം 8 × 5/4. അത് ക്യാൻസൽ ചെയ്താൽ 2. അപ്പം 10 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് കിട്ടിയില്ലേ? ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആയിരിക്കണം, വേറൊരു സൈഡ് 7.5 സെന്റിമീറ്റർ ആയിരിക്കണം, അതിന്റെ മൂന്നാമത്തെ സൈഡ് 10 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പം അതുപോലെ നമുക്കൊരു ട്രയാങ്കിൾ വരച്ചാൽ പോരെ? വരച്ചാൽ മതി. നമുക്ക് അതൊന്ന് വരയ്ക്കാം. ആദ്യമേ ഞാൻ PQ നമുക്ക് എത്ര സെന്റിമീറ്റർ വരണ്ടേ? നമ്മൾ റഫ് ഫിഗർ വരച്ചു വെച്ചിട്ടില്ലേ? നോക്കിയേ, PQ എത്ര സെന്റിമീറ്റർ വരണ്ടേ? ഇത് PQ 10 സെന്റിമീറ്റർ. PQ 10 സെന്റിമീറ്റർ നമുക്ക് വരയ്ക്കണം. അപ്പം PQ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് PR എത്രയാണ് വരേണ്ടത്? PR 5 സെന്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അപ്പം നമ്മൾ P-യിൽ നിന്ന് 5 സെന്റിമീറ്റർ
കോമ്പസിലെടുത്ത് ഒരു ആർക്ക് വരയ്ക്കണം. ആർക്ക് വരച്ചു. ഓക്കെ, ഇനി ക്യു ആർ എത്രയാ വരണ്ടേ? ക്യു ആർ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ആറ് എത്ര വരണ്ടേ? ക്യു ആർ 7.5 സെന്റിമീറ്റർ ആണ്. അപ്പം ക്യൂവിൽ നിന്ന് 7.5 സെന്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ട് നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലേ? ഓക്കെ, ആ ആർക്കും നമ്മൾ വരച്ചു. ഇനി ഈ ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്താൽ പോരെ, നമുക്ക് ആ ട്രയാങ്കിൾ കിട്ടുമല്ലേ? കിട്ടും. ഞാൻ ആ ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ കിട്ടിയില്ലേ? പി ക്യു ആർ. ഇത് പി ക്യു 10 സെന്റിമീറ്റർ, പി ആർ 5 സെന്റിമീറ്റർ, ആർ ക്യു 7.5 സെന്റിമീറ്റർ. ഇതല്ലേ നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ദേ ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം മനസ്സിലായല്ലോ? നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമുക്ക് നോക്കിയേ, നമുക്ക് എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഇഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ then their angles are same. അതായത് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഒരേ റേഷ്യോയിലാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസും സെയിം ആയിരിക്കും. പിന്നെ എന്താ പഠിച്ചേ? പെരിമീറ്ററുമായിട്ടുള്ള റിലേഷൻ അല്ലെ? ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ പെരിമീറ്റർ ഈസ് സെയിം ആസ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സൈഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറും അതിന്റെ ആ രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ പെരിമീറ്ററിന്റെ സ്കെയിൽ ഫാക്ടറും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും അല്ലെ? അതല്ലേ പഠിച്ചത്? അതെ. പിന്നെ അതിന്റെ ഏരിയയിൽ എന്താ പഠിച്ചത്? ഒരു രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ സ്കെയിൽ ഫാക്ടറിന്റെ സ്ക്വയർ ആയിരിക്കും ഏരിയയുടെ സ്കെയിൽ ഫാക്ടർ അല്ലെ? ഏരിയാസ് ആർ സ്കെയിൽഡ് ബൈ ദ സ്ക്വയേഴ്സ് ഓഫ് ദ സ്കെയിൽ ഫാക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ് അല്ലെ? അതല്ലേ പഠിച്ചേ? അതെ. അപ്പൊ ഇത്രയും നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു. Manorama Horizon, learning made simple.